ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ട്രിച്ചിയിലെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 7 പ്രകാരം എന്ന് പറഞ്ഞാൽ റൗണ്ട് ഗോപുരങ്ങളാണ് പ്രകാരങ്ങൾ. അങ്ങനെയുള്ള വൃത്താകാരത്തിലുള്ള മതിലുകൾ അങ്ങനെ 7 എണ്ണം. അത് വലിയ ഗോപുരങ്ങൾ അടങ്ങുന്ന വൃത്താകാരത്തിലുള്ള മതിലുകളുടെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇത് ഒരു ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രം അടങ്ങുന്ന ഒരു വലിയ സമുച്ചയം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ഒരു ഗ്രാമം. 156 ഏക്കറാണുള്ളത്. 156 ഏക്കർ സ്ഥലത്ത് ഏറ്റവും വലിയത് 230 അടി. 230 അടി എന്ന് പറയുന്നത് അത്രയും വലുപ്പമുള്ള ഒരു ഗോപുരം ഇതിനകത്തുണ്ട്. അങ്ങനെ 21 ഗോപുരങ്ങൾ, 7 പ്രകാരങ്ങളിൽ 21 ഗോപുരങ്ങൾ. അതിലേറ്റവും വലുതാണ് ഈ 230 അടി എന്ന് പറയുന്ന ഗോപുരം. അത് ഇവിടെ കാണുന്നത് ഇപ്പോൾ വെള്ള കളറിൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ള കളറിലുള്ള ഗോപുരമാണ്. മറ്റേ ഭാഗത്ത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടുന്ന് കാണാം കുറച്ച് ഭാഗം, അത് വളരെ കളർഫുള്ളായിട്ട്, തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ മിക്കവാറും വളരെ കളർഫുള്ളായിട്ട് അട്രാക്റ്റീവായിട്ടുള്ള കളറുകൾ ഉപയോഗിക്കുന്ന, കുറേ മിക്സ് ഓഫ് കളേഴ്സ് ഉപയോഗിക്കുന്ന ടെമ്പിളാണ്. ഇതിൻ്റെ മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ്? അത് വിഷ്ണുവിൻ്റെയാണ്. അത് രാമൻ സംഭാവന ചെയ്തിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമായിട്ട് വിഭീഷണൻ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങുകയും അവിടെ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നപ്പോൾ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം. ശ്രീരംഗം എന്നുള്ള പേരിന് തന്നെ വലിയ ഒരു പ്രസക്തിയുണ്ട്. ശ്രീ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ സ്ഥാനമാണ്, ദേവിയാണ് ശ്രീ. രംഗം എന്ന് പറയുന്നത് ഭഗവാന്റെ ദിവ്യമായ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദേവിയുടെ, ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മിയും കൂടി ചേർന്നിട്ടുള്ള ദേവിയുടെ സ്ഥാനവും ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്ഥാനവും കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ്. വലിയ ഒരു വിഗ്രഹം, ഒരു ജഡായുവിൻ്റെ വിഗ്രഹം, ഹനുമാൻ്റെ വിഗ്രഹം, ഇതൊക്കെ വലിയ പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ രാമനും കൃഷ്ണനും വിഷ്ണുവും ഏതൊക്കെ നമുക്ക് ബന്ധപ്പെട്ടിട്ട് കാണാൻ സാധിക്കുമോ ആ ഭഗവാന്മാരൊക്കെ നിലകൊള്ളുന്ന വലിയൊരു സ്ഥാനമാണ് ഈ ശ്രീരംഗം, ദേവിയുടെ രംഗം. രംഗം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ സ്ഥലം, ശ്രീ എന്ന് പറയുന്ന ദേവിയുടെ സ്ഥലം. ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ശ്രീരംഗം എന്ന് പറയുന്ന നമ്മളിപ്പോഴുള്ള തൃച്ചിയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. ശ്രീരംഗം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു ക്ഷേത്ര സമുച്ചയം മാത്രമല്ല. അഗ്രഹാരങ്ങളും തെരുവീഥികളിൽ നിറയെ മാർക്കറ്റും കടകളും ഗോപുരങ്ങളും, അതുപോലെ തന്നെ ചുറ്റുമുള്ള ജനങ്ങളുടെയൊക്കെ ഒരു വാസസ്ഥലം. ഇവിടെ പണ്ടുണ്ടായിരുന്ന കമ്പരാമായണം എഴുതപ്പെട്ടത് ഇവിടെയാണെന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അർജുനൻ്റെ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു നാഗകന്യകയുണ്ട്. ആ നാഗകന്യകയുടെ വിവാഹം നടന്ന മണ്ഡപം ഇവിടെയാണെന്നാണ് വിശ്വാസം. പിന്നെ രാമാനുജാചാര്യൻ ആണ് ഹിന്ദുമതത്തിനെ പ്രോബബിളി ശങ്കരാചാര്യർക്ക് ശേഷം വൈഷ്ണവിസത്തിന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വലിയ ഒരു ആചാര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാന പുരസരം, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു നാട് എന്ന് പറയുന്ന ഒരു സ്ഥലം. സാധാരണഗതിയിൽ ഹിന്ദുക്കളുടെ സന്യാസിമാരുടെ ഒന്നും ശവകുടീരങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാവാറില്ല. പക്ഷേ രാമാനുജാചാര്യയുടെ മൃതദേഹം ഇവിടെ അടക്കം ചെയ്ത് അതുപോലെ തന്നെ സംരക്ഷിച്ചു പോരുന്നു. അതൊരു ഒരു തീർത്ഥാടനത്തിന് പ്രാധാന്യമുള്ള സ്ഥലമായി ആചാര്യൻ്റെ ബാക്കിയുള്ള ശേഷിപ്പിൻ്റെ ആൾക്കാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടും ഈ രംഗനാഥാനന്ദ സ്വാമിയുടെ തൃശ്ശി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രധാനം ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഹിന്ദു ആരാധനയ്ക്ക് പ്രാധാന്യം. അതിനേക്കാളും വലിയൊരു കഥ, ഇവിടുത്തെ വലിയ ഒരു ബിംബം, ആ ബിംബത്തിന് ഇൻവേഡേഴ്സ് വന്നിട്ട് അത് നഷ്ടപ്പെടുമെന്ന് തോന്നിയ സമയത്ത് ഇവിടുന്നുള്ള മെയിൻ വിഗ്രഹം തിരുപ്പതിയിലേക്ക് കൊണ്ടുപോയി കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്നു എന്നൊരു കഥയും കൂടിയുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം, ലോകത്തിലെ മഹാക്ഷേത്രമായി മാറിയിട്ടുള്ള, വൈഷ്ണവേറ്റ്സിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമായി മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തൃച്ചിയിലെ ശ്രീരംഗനാഥാനന്ദ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഓരോ മണ്ഡപങ്ങളുടെയും ഓരോ ടവറിൻ്റെയും
ഇടയിൽ കാണുന്ന കടകളാണ്. അപ്പോൾ ഇത് ഒരു വലിയ ഒരു മണ്ഡപം അല്ലെങ്കിൽ ഒരു എൻട്രിയാണ്. ആ എൻട്രി കഴിഞ്ഞ് വലിയ ഗോപുരം നമ്മൾ 1 കടന്നു, 2 കടന്നു, ഇതിനിപ്പോൾ 3-മത്തെയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഈ ഗോപുരം കാണാം, അതിൻ്റെ പിന്നിൽ അഗൈൻ ഗോപുരം കാണാം. അതുപോലെ ഇവിടെ ഒരു ഗോപുരം, അതിനപ്പുറത്തൊരു ഗോപുരം. അങ്ങനെ 4 ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ഗോപുരങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മൾ പറയുന്ന കുറേ ഗോപുരങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതാണ് രാജഗോപുരം, ഏറ്റവും വലിയ 230 അടി എന്നൊക്കെ പറയുന്നത്. അതും കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് അങ്ങേ അറ്റത്തുള്ളതാണ് മൂലസ്ഥാനത്തേക്ക് കയറുന്ന പ്രധാനമായ ഗോപുരം.